ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തെല്ലാം ഇന്നൊരു ലോങ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അത് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇവ കുട്ടിക്ക് അല്ലെങ്കിൽ ഇവ ബേബിക്ക് എൻ്റെ ഡോഗാണ്, അതിന് വയ്യാത്തതുകൊണ്ട് അതിനുള്ള ഫുഡ് റെഡിയാക്കിയ ശേഷം ഞാൻ അതിൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ഡ്രോപ്പ് ഉണ്ട്, അതൊക്കെ വീട്ടിന് ശേഷം ഞാൻ കൂടൊന്ന് വൃത്തിയാക്കാൻ, അത് കിടക്കുന്ന കൂടൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ വന്നു. അപ്പോഴത്തേക്ക് ഫുഡിന് വേണ്ടി ഒരാൾ ഭയങ്കരമായിട്ട് കാത്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് എടുത്ത് മരുന്നും ഇതിലാണ് ആഡാക്കുന്നത്. ആദ്യമൊക്കെ മരുന്ന് ഇപ്പോൾ വയ്യത് കിടക്കണോണ്ട് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉഷാറായപ്പോൾ പുള്ളിക്കാരിക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് ഫുഡ് മാത്രം മതി. അതുകൊണ്ട് ഇതിൽ ആഡാക്കി കൊടുത്തു. അതൊക്കെ അങ്ങനെ ഫുള്ളായിട്ട് കഴിച്ചു. എന്നിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തുണി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോവേണ്ടി, ഇപ്പം മഴ ആയതുകൊണ്ട് അറിയാമല്ലോ ഗൈസ് എന്താണെന്ന്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാം ഗൈസ്. ആൻഡ് ഗെസ് വാട്ട്, ഐ എം ബീയിങ് എ ചബ്ബി ഗേൾ. യെസ്, ഞാൻ വന്നൊന്ന് ചബ്ബി ഗേൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് സ്കിൻ കെയറോ ഹെയർ കെയറോ ബോഡി കെയറോ ഒന്നും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഐ വോണ്ട് എവറിത്തിങ് ടു കം ബാക്ക് അഗൈൻ. അപ്പോൾ എന്തായാലും ഉടനെ ഐ റിയലി ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ആൻഡ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ ഇതൊക്കെ എന്തൊക്കെയോ ചെയ്ത് കെട്ടി. അപ്പോഴത്തേക്ക് ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും മഴ തകർത്ത് നനച്ചെന്ന് തന്നെ ലിറ്ററലി നമ്മൾ കുളിച്ചാണ് വീട്ടിലെത്തിയത്. അങ്ങനെ അതിന് ശേഷം ഉച്ചയ്ക്കത്തുള്ള ഫുഡും കഴിച്ച് ജസ്റ്റ് നമ്മളൊന്ന് കിടന്നു. എന്തായാലും മഴയൊക്കെ അല്ലേ, അങ്ങനെ കിടന്ന് എണീറ്റതിന് ശേഷം തന്നെ ആദ്യം ഞാൻ ചെയ്യുക ഫുഡ് അടിയാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എന്താണ് ചബ്ബിയായി വരുന്നതെന്ന്. അപ്പോൾ ഞാനൊരു പുഡിങ് പോലത്തെ സാധനം വാങ്ങിച്ചു. ആൻഡ് ഗെസ് വാട്ട് ഹൗ ഇറ്റ് ടേസ്റ്റ്. യെസ്, ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ബൈറ്റിൽ ഞാൻ ഭയങ്കര പ്രതീക്ഷിച്ചുള്ള ബൈറ്റിൽ ഡിസപ്പോയിൻമെൻ്റ് ആയി. പക്ഷെ അത് മാറ്റാനായിട്ട് നമ്മൾ സേവിയർ വന്നിട്ടുണ്ട്, ലേസ്. അപ്പോൾ അതിൽ റെഡ് ലേസ് ഓഫ്കോഴ്സ് നമ്മളെല്ലാ ടേസ്റ്റ് ബഡ്സും മാറ്റും. അപ്പം അതിനുശേഷം ഞാനും അമ്മയും കൂടെ അവിടെ നിന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് കാണുന്നതും ബേസിക്കലി ഞാൻ മെയിനായിട്ട് യൂട്യൂബ് ഹോട്ട്സ്റ്റാർ ഫിലിമൊക്കെയാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പോയി ചായ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൂടെ മാത്രം ചെയ്യുന്ന ഒരു കലാപരിപാടികളാണ് കിച്ചണിൽ കയറുന്നത്. ബട്ട് ഗൈസ്, ഐ റിയലി ലവ് ഇറ്റ്. ആൻഡ് പിന്നെ അവിടേക്ക് ഇരുന്ന് കുറച്ച് ഫാമിലി ടൈം, നമ്മൾ മൂന്നുപേരും മാത്രമുള്ള ഒരു ലോകം. അങ്ങനെ അതിനുശേഷം എന്താ ഒരാൾ അവിടെ നിന്ന് നോക്കുന്നില്ല. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ഗൈസ്, നമ്മളൊന്ന് മൂവിയും കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവ ബേബിക്കുള്ള ഫുഡും കൂടെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഇവയ്ക്കുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കി മരുന്നൊക്കെ കൊടുത്തു. പിന്നെ ഒരു ഉറക്കം. അപ്പം ബൈ.